ആകെ നീങ്ങി കിട്ടാൻ പറ്റുന്ന ഒരു എക്സസൈസിലേക്ക് കടന്നൂടെ? എന്താ ഡാൻസിന്റെ ജുംബ ഞാൻ പറയുന്ന പേര് തെറ്റായിരിക്കാം, പക്ഷെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും AB മീഡിയയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയമാണ് സ്കൂളുകളിൽ സൂംബ ഡാൻസ് നിർബന്ധമാക്കുന്ന സർക്കാർ ഉത്തരവ്. തീർച്ചയായും ഈ ഒരു വിവരം നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ഫേസ്ബുക്കിലൂടെ അറിയിക്കുകയുണ്ടായി. ആ ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്ക് ഇങ്ങനെ വായിക്കാം: സംസ്ഥാനത്ത് സ്കൂളുകളിൽ സൂംബ, എയറോബിക്സ്, യോഗ തുടങ്ങിയ കായിക ഇനങ്ങൾ നടപ്പാക്കുന്നതിനെതിരെ ചില കോണുകളിൽ നിന്ന് എതിർപ്പ് ഉയർന്നിട്ടുണ്ട്. എന്നാൽ ഈ പ്രവർത്തനങ്ങൾ ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തിന്റെ ഭാഗമായാണ് നടപ്പിലാക്കുന്നത് എന്നാണ്. ഇവിടെ ഈ സൂംബ ഡാൻസ് നടപ്പിലാക്കുന്നത് ലഹരി ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണ്. ലഹരിക്കെതിരെ ഒരു ഡാൻസ് നടത്തി എങ്ങനെ ബോധവൽക്കരണം നടത്താൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ആദ്യമായി ആലോചിക്കേണ്ട വിഷയം. ഇത്ര ചില വിവരശൂന്യമായ പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന്, ഉത്തരവാദിത്തപ്പെട്ട വകുപ്പിൽ നിന്നൊക്കെ ചിലപ്പോൾ കേൾക്കാറുണ്ട്. കൊറോണ കാലത്ത് കൊറോണയ്ക്കെതിരെ പാത്രം കൊട്ടിയിട്ട് എന്ത് ചെയ്യണം, മുട്ടണം എന്നൊക്കെ പറഞ്ഞിരുന്നു. പാത്രം കൊട്ടിയത് കൊണ്ട് കൊറോണ വൈറസിന് എന്ത് സംഭവിക്കുമെന്ന് അന്ന് പലതും ചോദിച്ചതാണ്. പ്രിയപ്പെട്ടവരെ, അതുപോലെ ഒരു പ്രവർത്തനമാണ് സൂംബ ഡാൻസ്. ലഹരി കുട്ടികളെ വല്ലാതെ വഴിതെറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. ആ കുട്ടികൾ ഒരു ഡാൻസ് നടത്തിയിട്ട് എങ്ങനെയാണ് ലഹരിയിൽ നിന്ന് മാറ്റിയെടുക്കാൻ കഴിയുക എന്നുള്ളത് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തന്നെ പറഞ്ഞു തരണം ജനങ്ങളോട്. അപ്പം അദ്ദേഹം പറഞ്ഞ കാരണം ഇതാണ്: ഒന്ന്, ഇനി ലഹരിക്കെതിരെ ഒരു സൂംബ ഡാൻസ് ആണോ നടത്തേണ്ടത്? എന്തെങ്കിലും ഒരു കാരണത്തിന്റെ പേരിൽ ഇഷ്ടമുള്ള നടപ്പാക്കലാണോ? നമുക്കറിയാലോ, പുരോഗമനത്തിന്റെ പേരിൽ എന്ത് ചവറുകളും എന്ത് അശ്ലീലതകളും പ്രോത്സാഹിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേരളത്തിലും. അവർക്ക് അതിനുള്ള സാംസ്കാരിക നായകന്മാരും അല്ലെങ്കിൽ ഈ എഴുത്തുകാർ എന്ന് പറയപ്പെടുന്ന ആളുകളൊക്കെ അവര് അതിനു വേണ്ടി വാദിക്കുകയാണ്. ഇവിടെ ബിക്കിനി ഇട്ട് സ്കൂളിൽ പോയാലും ഈ സാംസ്കാരിക നായകന്മാരെന്ന് അവകാശപ്പെടുന്നവര് അതിനെ സപ്പോർട്ട് ചെയ്യും. അതിനെ എതിർക്കുന്ന ആളുകൾ മതമൗലികവാദികളാണ് എന്നും താലിബാനികളാണെന്നൊക്കെ പറഞ്ഞ് അതിനെ ആക്ഷേപിക്കുകയും ചെയ്യും. എന്നാൽ അത് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന പോസിറ്റീവ് അല്ലാത്ത അതിൻ്റെ പരിണിത ഫലങ്ങൾ ഇവർക്ക് അറിയാഞ്ഞിട്ടല്ല, മറിച്ച് പുരോഗമനത്തിന്റെ പേരിൽ എന്ത് അശ്ലീലതകൾക്കും ന്യായീകരണം കണ്ടെത്തുകയാണ് ഇത്തരം ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്ന്. രണ്ടാമത്തേത്, ഈ സൂംബ ഡാൻസ് നമ്മൾ യൂട്യൂബിൽ മറ്റൊക്കെ ചെക്ക് ചെയ്താലൊക്കെ നമുക്ക് കാണാൻ കഴിയും. അത് അല്പവസ്ത്രം ധരിച്ചുകൊണ്ടുള്ള ഒരു പ്രത്യേക ഡാൻസാണ്. ഡാൻസ് അതുപോലെ തന്നെ അന്യ സ്ത്രീകളും പുരുഷന്മാരും ഇടകലർന്നുകൊണ്ടുള്ള ഡാൻസുകൾ. അത് ഇത് മാത്രമല്ല എതിർക്കുന്നത്. ഇടകലർന്ന് സ്കൂളുകളിൽ ആണിനെയും പെണ്ണിനെയും ഒരേ ബെഞ്ചിലിരുത്താൻ വേണ്ടി ഈ വിദ്യാഭ്യാസ വകുപ്പ് ശ്രമം തുടങ്ങിയിട്ട് കുറെ കാലമായി. അതുപോലെ തന്നെ സ്ത്രീകൾക്ക്, പെൺകുട്ടികൾക്ക് പുരുഷവേഷം ധരിപ്പിക്കുന്ന ജെൻഡർ ന്യൂട്രാലിറ്റി യൂണിഫോം കൊണ്ടുവരാൻ സർക്കാർ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അങ്ങനെ എന്ത് ശ്രമം നടത്തിയാലും അതിനെ മനുഷ്യർ എതിർക്കും. ഇവിടെ ധാർമ്മികത ഉയരണമെന്ന്, അത് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആരും അതിനെ എതിർക്കും. ആ എതിർക്കുന്നത് അത് മതമൗലികവാദത്തിന്റെ പേരിലല്ല, അല്ലെങ്കിൽ അത് മറ്റുള്ള ഏതെങ്കിലും പേരിലല്ല. ഇവിടെ മനുഷ്യനായി നിലനിൽക്കണം. അതുപോലെ തന്നെ ആണ് പെണ്ണ് തമ്മിൽ സ്നേഹവും ബഹുമാനത്തോടു കൂടെ നിലനിൽക്കണം, ജീവിക്കണം എന്നതുകൊണ്ടാണ് അതിനുവേണ്ടി അവർ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്ന രണ്ടാമത്തത്, എതിർപ്പുകളെ കുറിച്ച് മന്ത്രി പറയുന്നുണ്ട്. ഇത്തരം എതിർപ്പുകൾ ലഹരിയേക്കാൾ മാരകമായ വിഷം സമൂഹത്തിൽ കലർത്തുകയും ചെയ്യും, വിദ്യാഭ്യാസ മേഖലയെ മെച്ചപ്പെടുത്തുന്നതിന് പകരം വർഗീയതയ്ക്ക് ഭാഗ്യത്വം വള നൽകുകയും ചെയ്യും എന്നുള്ളതാണ്. ഒരു സൂംബ ഡാൻസ് നടത്തിയത് വിദ്യാഭ്യാസത്തിന് എങ്ങനെ മെച്ചപ്പെടാൻ കഴിയും? മന്ത്രി നിങ്ങളൊന്ന് പറയണം. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറയണം. അതുപോലെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളും പറയണം. ഡാൻസുകൾ ഇവിടെ കുട്ടികൾക്ക് സ്ട്രെസ് മാറ്റിയെടുക്കാൻ വേണ്ടിയാണെങ്കിൽ സ്കൂളുകളിൽ മ്യൂസിക്കിന്റെ പീരീഡുകളുണ്ട്, അതുപോലെ തന്നെ PT പീരീഡുകളുണ്ട്. കായിക അധ്യാപകരുടെ ഒരുപാട് തസ്തിക സ്കൂളിൽ ഒഴിഞ്ഞു കിടക്കുകയാണ്. ആ തസ്തികകളെല്ലാം ഫില്ല് ചെയ്തുകൊണ്ട് കുട്ടികൾക്ക് ആവശ്യമായ കായിക മുറകൾ, അതുപോലെ തന്നെ സ്പോർട്സ് സംബന്ധമായ വിഷയങ്ങൾ അത് പഠിപ്പിച്ചു കൊടുക്കുകയും അത് വ്യായാമമാണ്, സ്ട്രെസ് കുറക്കാനൊക്കെ ചെയ്യും. അത് ഒഴിവാക്കിയിട്ട് ഒരു ലഹരി ബോധവൽക്കരണത്തിന്റെ മറവിൽ ആഭാസങ്ങളെ തിരികെ കയറ്റുകയാണ് വിദ്യാഭ്യാസ മേഖലയിലൂടെ ചെയ്യുന്നത്. ഇത് ശരിക്കറിയാം. ഈ സൂംബ ഡാൻസിനെ കുറിച്ച് വിദ്യാഭ്യാസ മന്ത്രിക്ക് ഒരു വിവരവും ഇല്ല, മുഖ്യമന്ത്രിക്കും അറിയാം. നിങ്ങൾ കേട്ടിട്ടില്ലേ മുഖ്യമന്ത്രി വീഡിയോ?
അദ്ദേഹം ഈ ഡാൻസിനെ കുറിച്ച് പറഞ്ഞത് എന്താ ജുംബ ഡാൻസ് എന്നാണ് പറഞ്ഞത്. അതേ പറഞ്ഞു എനിക്ക് പേരറിയില്ല. അതുപോലെ പേര് പോലും അറിയാതെ ഡാൻസ് എന്താണെന്ന് പോലും അറിയാതെ ആരോ എഴുതി കൊടുക്കുന്ന സ്ക്രിപ്റ്റാണ്, ആരോ പിന്നിലൂടെ എഴുതി കൊടുക്കുന്ന സ്ക്രിപ്റ്റും വിദ്യാഭ്യാസ മന്ത്രിയിലൂടെ മുഖ്യമന്ത്രിയിലൂടെ വിദ്യാഭ്യാസ മേഖല അടിച്ചേൽപ്പിക്കുകയാണ്. ഇതൊരിക്കലും ഇവരുടെ താല്പര്യമില്ല, ആരുടെയോ താല്പര്യം വിദ്യാഭ്യാസ വകുപ്പിലൂടെ കൈകാര്യം ചെയ്യപ്പെടുകയാണ്. അതിങ്ങനെ സ്കൂളുകൾക്ക് അരറ്റപ്പെടുകയാണ്. അതുകൊണ്ട് എതിർക്കാനുള്ള അവകാശം മന്ത്രി നിങ്ങൾ തന്നതല്ല, എല്ലാവർക്കും അതിൻ്റെ അവകാശമുണ്ട്. ആ റൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് അതിനെ എതിർക്കുകയും ചെയ്യും. അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾ നമുക്കറിയാം. ഇവിടെ അടുത്ത കാലത്ത് സ്കൂളിൽ സമയം മാറ്റി, സ്കൂളിൽ പഠിക്കാൻ സമയമില്ല എന്ന് പറഞ്ഞ് ഈ വിദ്യാഭ്യാസ മന്ത്രി തന്നെ സ്കൂളിലെ സമയങ്ങൾ അരമണിക്കൂർ ഏറെടുത്തു. എന്നാൽ ആ സമയക്കുറവുണ്ട് എന്ന് പറഞ്ഞ വിദ്യാഭ്യാസ മന്ത്രി സുംബ ഡാൻസ് പരിശീലിപ്പിക്കാൻ അവിടെ ടൈം, അധ്യാപകർക്ക് പരിശീലനം കൊടുക്കണം, പരിശീലനം കിട്ടിയ വേറെ അധ്യാപക പരിശീലനം കൊടുക്കണം, ഇത് കുട്ടികളെ പഠിപ്പിക്കണം. ഈ പഠിപ്പിച്ചാൽ മാത്രമല്ല കുട്ടികൾക്ക് അരമണിക്കൂർ ഡ്രസ്സും കൊടുക്കണം. പിന്നെ എവിടെ പഠിപ്പിക്കാൻ സമയം? പഠിക്കാൻ സമയമില്ല, പഠിപ്പിക്കാൻ സമയമില്ല എന്ന് പറഞ്ഞ് സമയം കൂട്ടിയ മന്ത്രിയാണ് ഇതേ സൂംബ ഡാൻസ്. ഇനി എന്തൊക്കെ വരാൻ പോകുന്നത് എനിക്കറിയില്ല. പ്രിയപ്പെട്ടവരെ, നമുക്കിതെന്താണ് ഉള്ളത്? അങ്ങനെ നിർദ്ദേശം വെക്കാൻ പറ്റുമോ? ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരാളോട് ഓഫീസ് മാനേജ്മെന്റ് പറയാണ്, നിങ്ങൾ ഓഫീസിലേക്ക് കയറുന്നതിന് മുമ്പ് അരമണിക്കൂർ കഥകളി കളിച്ചണം എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? കഥകളിയും ഇതും തമ്മിൽ എന്ത് ബന്ധമുള്ളത്? അതുപോലെ ലഹരിയും സൂംബ ഡാൻസും തമ്മിലുള്ള ബന്ധം എന്താണ്? ലഹരി ഒഴിവാകാൻ സൂംബ ഡാൻസ് കളിക്കണം എന്ന് വാശി പിടിച്ച് നടപ്പാക്കുന്നതിൻ്റെ പിന്നിൽ ശരിയായ ചിന്തയാണ് എന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല. അതുകൊണ്ട് തന്നെ അത് സമസ്തയടക്കമുള്ള പണ്ഡിത സഭകളും അതുപോലെ തന്നെ ഇവിടെ ധാർമ്മികതയും മറ്റും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളും എല്ലാം അതിനെതിരെ എതിർപ്പ് പ്രകടിപ്പിക്കുക സ്വാഭാവികമാണ് എന്ന് ഈ വിഷയത്തിൽ അറിയിച്ചു കൊള്ളുകയാണ്. അപ്പോൾ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ആവശ്യം നല്ല പഠനത്തിന് അന്തരീക്ഷം സ്കൂളിൽ ഒരുക്കി കൊടുക്കുക, സ്കൂളിൽ അധ്യാപകർക്ക് നല്ല ട്രെയിനിങ് കൊടുക്കുക. അതുപോലെ തന്നെ സ്കൂളിലെ ഇപ്പോൾ എന്താണ് സ്കൂളിലെ കുട്ടികളുടെ അവസ്ഥ? LSS നേടി എത്രയോ കുട്ടികൾ കഴിഞ്ഞ വർഷത്തിന് മുമ്പ് വർഷം 3 വർഷമൊക്കെയായി LSS USS ഒക്കെ നേടിയ സ്കൂൾ കുട്ടികളുണ്ട്. അവർക്ക് മന്ത്രി സ്കോളർഷിപ്പ് കൊടുത്തിട്ടുണ്ടോ? അവർക്ക് 3 വർഷം 4 വർഷമൊക്കെ LSSും USSും നേടിയ 10,000-കണക്കിന് വിദ്യാർത്ഥികൾ നമ്മുടെ കേരളത്തിലുണ്ട്. അവർക്ക് ആ സ്കോളർഷിപ്പ് ഇതുവരെ കൊടുത്തിട്ടില്ല. അത് കൊടുക്കാനുള്ള വകുപ്പ്, അത് കൊടുത്തെങ്കിലല്ലേ അടുത്ത കുട്ടികൾ LSSന് എഴുതുള്ളൂ. ഇത് LSS നല്ല അധ്വാനിച്ച് പഠിച്ച് പാസ്സായിട്ട് അവർക്ക് സമ്മാനം കിട്ടുന്നില്ല, സ്കോളർഷിപ്പ് കിട്ടുന്നില്ല. ഇതെല്ലാ സ്കൂളുകളിലൊന്നും അന്വേഷിച്ച് നോക്കൂ, നിങ്ങൾക്കറിയുന്ന യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ അത്തരം സ്കോളർഷിപ്പ് കുടിശ്ശികയായി കെടുക്കുക, അതൊക്കെ അവിടെ കൊടുക്കുക. അത് കൊടുത്തിട്ടല്ലേ വിദ്യാഭ്യാസ മേഖലയെ വിപുലീകരിക്കേണ്ടത്, അതിന് മെച്ചപ്പെടുത്തേണ്ടത്. അപ്പോഴല്ലേ USSലേക്ക് LSSലേക്കൊക്കെ കുട്ടികൾ വരുള്ളൂ. അപ്പൊ കുട്ടികളെ പിന്നോട്ടടിക്കുന്ന ഇത്തരം നെഗറ്റീവ് പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസ വകുപ്പിന് ഭാഗത്തുന്നുണ്ട്. അതൊക്കെ ആദ്യം വെടിപ്പാക്കി വൃത്തിയാക്കിയിട്ട് നിലവിലുള്ള സാഹചര്യങ്ങൾ ശരിക്ക് വൃത്തിയോടെ വെടിപ്പോടെ മന്ത്രി കൊണ്ടുപോവുകയാണെങ്കിൽ നല്ല മാറ്റം ഉണ്ടാകും. അതിനൊക്കെ ശേഷം ഇത്തരം ഡാൻസുകളെ കുറിച്ചൊക്കെ ആലോചിക്കാം. അതുകൊണ്ട് സൂംബ അടക്കമുള്ള ഡാൻസ്, ഇനി എറോബിക്സ് എന്നൊക്കെ പറഞ്ഞ സംഗതിയൊക്കെ വരാൻ പോകുന്നുണ്ട് പോലും. സ്കൂളുകളിൽ എന്തും അടിച്ചേൽപ്പിക്കാം എന്നുള്ളത് അത് അതര വ്യായാമമാണ് എന്ന് അറിയിക്കുകയാണ്. നമ്മുടെ രക്ഷിതാക്കൾക്ക് കുട്ടികളിൽ അതിൽ എന്ത് പഠിപ്പിക്കണം, എന്ത് പഠിക്കണം, ഇതൊക്കെ സ്വകാര്യ മാനേജ്മെന്റ് സ്കൂൾ നടത്താം. പൊതു ഇടങ്ങളിൽ ഇത്തരം ആഭാസങ്ങൾ നടക്കാൻ സമ്മതിക്കുകയില്ല. ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ കുറച്ച് മുമ്പ് മറൈൻ ഡ്രൈവിൽ ചുംബന സമരം നടത്തി. ഈ ചുംബന സമരം നടത്തി അതിന് സപ്പോർട്ട് ചെയ്ത ആളുകളാണ് ഇന്ന് ഭരണം കൈയാളുന്ന ആളുകൾ. അവർക്ക് സപ്പോർട്ടിന് വേണ്ടി, മനുഷ്യാവകാശത്തിന് വേണ്ടി ആ പേരിൽ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സാംസ്കാരിക നായകരെന്ന് പറയുന്ന ആളുകൾ രംഗത്തിറങ്ങിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അത് അശ്ലീലമല്ല എന്ന് പറഞ്ഞ ആളുകളുണ്ട്, അത് അശ്ലീലമാണെന്ന് പറഞ്ഞ ആളുകളുണ്ട്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെ ഇത്തരം ഡാൻസുകൾ, നൃത്തങ്ങൾ, ഇതൊക്കെ ഒരു ലഹരി ഒഴിവാകാൻ വേണ്ടി സ്കൂളിൽ നിർബന്ധമാക്കുന്നെന്ന് പറഞ്ഞാൽ അത് ബുദ്ധിശൂന്യമായ കാര്യമാണ്. അതിൽ നിന്ന് സർക്കാർ പിന്തിരിയണമെന്നാണ് പറയാനുള്ളത്. വിദ്യാഭ്യാസ വകുപ്പ് നേരത്തെ പറഞ്ഞ LSS USS കൂടി സ്കോളർഷിപ്പൊക്കെ കൊടുത്ത് വീട്ടുക, അതുപോലെ തന്നെ അർഹരായ കുട്ടികൾക്ക് പഠിക്കാനുള്ള മെച്ചപ്പെട്ട സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുക. ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ വിദ്യാഭ്യാസ മേഖല മെച്ചപ്പെടും. അടുത്ത വീഡിയോയിൽ ഇൻഷാ അല്ലാഹ് പിന്നെ